ഞാൻ ആ പോരാടി നിന്നുകൊണ്ടും എന്നോട് ഈ ജനം നിന്നുകൊണ്ടും അവരത് പഠിക്കേണ്ടി വന്നു. KSRTC അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ബസ് ബോഡി കോഡ് പ്രകാരം പണിതിറങ്ങിയ വണ്ടി ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അത് ഓർഡർ ചെയ്യണമെങ്കിൽ അതാത് കമ്പനികളിൽ കൊണ്ടുപോയിട്ട് അവർ ചെയ്യണം. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഇന്ന് ഒരു സംരംഭകനാണുള്ളത്. ആ സംരംഭകനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ കൂടെയുള്ള ആൾ ആരാണെന്ന് നമ്മളൊന്ന് പറയണമല്ലോ. അത് മറ്റാരുമല്ല, കേരളം ഏറെ ആഘോഷിച്ച, ചെറുപ്പക്കാരെന്നോ പ്രായമായവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരേ മനസ്സോടെ പിന്തുണയ്ക്കുന്ന റോബിൻ ബസ്സുകളുടെ ഉടമ ശ്രീ ഗിരീഷാണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹം ഇപ്പം പുതുതായിട്ട് 2 ബസ്സുകൾ കൂടി നിരത്തിലിറക്കാൻ പോവുകയാണ്. അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ആയി. അടുത്ത ദിവസം തന്നെ അത് നിരത്തിലിറങ്ങും. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് നമ്മൾ വഴി പൊതുജനങ്ങളോട് പറയാൻ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. അദ്ദേഹം മറ്റൊരു നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ വിശേഷങ്ങൾ കൂടി അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗിരീഷേട്ടാ. നമസ്കാരം. റോബിൻ ബസ്സുകൾക്ക് ഒരു സമയത്ത് നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നൊരു വാശിയിലായിരുന്നു സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. പ്രത്യേകിച്ച് അതിൻ്റെ ഉദ്യോഗസ്ഥർ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി പാസഞ്ചേഴ്സുമായിട്ട് യാത്ര പോകുമ്പോൾ പോലും വഴിയിൽ തടഞ്ഞു നിർത്തുക, യാത്രക്കാർക്കൊക്കെ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചട്ടം പഠിപ്പിക്കുക, വഴിയിൽ നിർത്തി ചട്ടം പഠിപ്പിക്കുക, യാത്രക്കാർക്ക് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് പോകുന്നവരാണ്, അവരെ യാതൊരു തരത്തിലും പരിഗണിക്കാതെ അവിടെ നിർത്തി റോബിൻ ഗിരീഷിനെ ചട്ടം പഠിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നൊരു വാശിയിലായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ എന്തായി? എല്ലാം കഴിഞ്ഞു. വളരെ മാന്യമായിട്ട് അവർ ചെയ്തതിനെല്ലാം മറുപടി കൃത്യമായിട്ട് ഞാൻ കൊടുത്തപ്പം അവരെ സംബന്ധിച്ച് അവരറിയില്ല എന്ന് പറയുന്ന, ഇല്ല ഞങ്ങൾക്കത് അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അറിവുകേട് എന്നെപ്പോലൊരു സംരംഭകനെ ഇല്ലെന്നാക്കാനാണ് അവർ നോക്കിയത്. പക്ഷേ ഞാൻ ആ പോരാടി നിന്നുകൊണ്ടും എന്നോട് ഈ ജനം നിന്നുകൊണ്ടും അവരത് പഠിക്കേണ്ടി വന്നു. അതാണ് സത്യം. അതായത് റോബിൻ ഗിരീഷിനെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, ഫൈൻ അടിക്കുക, വഴിയിൽ തടഞ്ഞു നിർത്തുക, സർവീസുകൾ വണ്ടി റോഡിലിറങ്ങാൻ, നിരത്തിലിറങ്ങാൻ അനുവദിക്കാതിരിക്കുക, ഈ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഗിരീഷ് അങ്ങ് പത്തി മടക്കി പോകും, ഈ പരിപാടി അവസാനിപ്പിച്ച് പാട്ട് നിർത്തി പോകുമെന്നാണ് അവർ കരുതിയിരുന്നത്. തീർച്ചയായിട്ടും അവർ ഒരു 3-4 തവണ എന്നെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ സാധാരണ ആരും ഇട്ടിട്ട് പോകും. കാരണം അതുപോലത്തെ ഫൈനുകളാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ തരണം ചെയ്തു. അത് ഫൈൻ അടച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ എന്നോട് കോടതി പറഞ്ഞു. അപ്പോൾ അത് ചെയ്തപ്പം അത് ഫൈൻ അടച്ചുകൊണ്ട് തന്നെ പോകാൻ മുന്നോട്ട് പോയപ്പം ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വാഹനത്തിൽ കയറിയാൽ, ഇപ്പോൾ ഉദാഹരണം പത്തനംതിട്ടയിൽ നിന്ന് കയറുന്ന ഒരു വ്യക്തി കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം, അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ആൾക്ക് ഒരിക്കലും എൻ്റെ വണ്ടി പോയാൽ അന്ന് ചെല്ലാൻ പറ്റുമെന്ന് പോലും പറയത്തില്ല. അപ്പോൾ യാത്രക്കാർ വിശ്വസിക്കുകയില്ല. എൻ്റെ വാഹനം എപ്പോഴാണ് പിടിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് കണക്കൂട്ടി ആൾക്കാർ ഒഴിവാകും. ആ ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു KSRTCയുടെ ആവശ്യം. ഇതിൻ്റെ ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, KSRTCയുടെ എം ഡി എന്ന് പറയുന്നത് അതിൻ്റെ മുതലാളി, KSRTCയുടെ മുതലാളിയും ഈ നിയമം നടത്തേണ്ട മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തിരിക്കുന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഒരാളായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ശാപം. കാരണം നാളെ എന്നെപ്പോലെ ഒരു പ്രൈവറ്റ് ബസ് ഉടമയാണ് കയറി ആ തലപ്പത്തിരിക്കുന്നെങ്കിൽ എനിക്ക് അനുകൂലം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് അനുകൂലമായ നിയമം അറിയാതെ ഇറങ്ങിപ്പോകും. കാരണം ഞാൻ അതല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇദ്ദേഹം അതേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വളരെ മാന്യമായിട്ട് ഇതിൻ്റെ ഒരു രീതി പരമാവധി അവർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷെ ആ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് കേന്ദ്ര നിയമം വന്നത്. അതിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പരമാവധി എന്നെ തളർത്തുക. അത് നടക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പം പിന്നെ രമ്യതയെ പോകാൻ ഞാൻ അതിനും തയ്യാറല്ല. എന്നോട് അത് പല ഉദ്യോഗസ്ഥരും പറഞ്ഞു, രാത്രി കാലങ്ങളിൽ ബസ് വൈകുന്നേരങ്ങളിൽ മറ്റു വണ്ടികൾ പോകുന്ന പോലെ നീ എന്തിനാ ഓൾ ഇന്ത്യ അടയ്ക്കുന്നത്, കൂളായിട്ട് രാത്രി ആകുമ്പോൾ ബോർഡും വെക്കാതെ സ്റ്റാൻഡിലും കയറാതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിന് തയ്യാറല്ല. പകലിത് ഓടുകയോ ഇല്ലയോ എന്നൊന്നും അറിയണ്ടേ, അത് പൊതുജനം അറിയട്ടെ. അങ്ങനെ ഞാൻ ആ പോരാട്ടം തുടർച്ചയായിട്ട് ഓടാൻ തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബർ മാസം 26-ാം തീയതി മുതലാണ്. അന്ന് മുതൽ ജൂൺ മാസം 30-ാം തീയതി വരെ വളരെ ഭംഗിയായിട്ട് വണ്ടി ഓടി, ഒരു കുഴപ്പമില്ല. പക്ഷെ ആൾക്കാർ ഒരു പേടിയുണ്ടായിരുന്നു, ഇത് എപ്പോഴാണ് പിടിക്കുന്നത് എന്നുള്ള പേടി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അത് പോയില്ല. പക്ഷേ എങ്കിലും സുഖമായിട്ട് ഓടുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ലാതെയൊക്കെ നിന്നു. പക്ഷേ ഇവർ ചെയ്ത ഏറ്റവും വലിയ ശോഭകേട് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ
മാക്സിമം കുറേ KSRTC ഒക്കെ ഇട്ടു മത്സരിക്കാൻ, അതൊന്നും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇവർ ചെയ്യുന്നത് യാത്രക്കാരെ പേടിപ്പിച്ചു എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത്. അത് ആ ഒരു സംഭവം ഇച്ചിരി ബെറ്റർ ആയിട്ടൊരു വണ്ടി ഇറക്കാം എന്നൊക്കെ കണക്കൂട്ടിയാണ് ഞാൻ പുത്തൻവണ്ടിയിലേക്ക് പോകാനും. മാത്രമല്ല എൻ്റെ ഈ നോൺ AC ആയതുകൊണ്ട് ഈ മഴക്കാലം ആകുമ്പം ആൾക്കാർ ആവിക്കാൻ തുടങ്ങും, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പുതിയ വണ്ടിയിലേക്ക് ചിന്തിക്കാൻ പോയില്ല. അപ്പോഴും അവർ പരമാവധി വാക്കാൽ ഒത്തിരി ഉപദ്രവങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ അവർ പരമാവധി തളർത്താൻ നോക്കുന്നു. ഇത് ഈ ഗിരീഷിനെ തളർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് തോന്നി ഇപ്പോൾ ഒരു തന്ത്രം എന്ന നിലയ്ക്കാണ് സന്ധിയിലേക്ക് വന്നത്. അതോ അതൊരു ആത്മാർത്ഥമായ ശ്രമമായിരുന്നു? അല്ല, പൊതുജനത്തിന്റെ മുന്നിൽ അവർക്ക് അവരുടെ മാനം രക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ മുഖം കറക്റ്റ് ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് മാത്രമായിരുന്നു ഈ സന്ധിയുടെ ഒരു ലക്ഷ്യം, അല്ലാതെ ആത്മാർത്ഥമായ ഒരു നീക്കമായിരുന്നു ഒന്നുമില്ല. ആ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പുതിയ മന്ത്രി വന്നപ്പോഴേ അതെങ്കിലും ഉണ്ടാവുന്നു. അതും ഉണ്ടായില്ല. കുറേ കാലം ഈ വണ്ടിയെ കയറുന്ന യാത്രക്കാരെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ നിയമമില്ല എങ്കിലും അവർ പരമാവധി. അപ്പം ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഇട്ടു. കണ്ടംപ്റ്റിന് കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് അതിൻ്റെ ബാക്കി പറയട്ടെ. അതായത് നമുക്കിഷ്ടമല്ലാത്ത ഒരു സംരംഭകനെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ പറ്റും ആ വഴിക്കെല്ലാം A to Z നമ്മൾ ഉപദ്രവിക്കണം. ഇപ്പം നമ്മുടെ പുതിയ ബസ്സുകൾ ഇറങ്ങുന്നത് അത് എങ്ങനെയാണ്? ഓൾ ഇന്ത്യ പെർമിറ്റ് ആണോ അതോ? ഓൾ ഇന്ത്യ പെർമിറ്റ് ആണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് ആണ്. പരമാവധി ഒരു 8-10 ദിവസത്തിനുള്ളിൽ അത് വരും. ഏത് റൂട്ടിലത്? അത് തന്നെ എൻ്റെ വണ്ടി ഈ പറഞ്ഞ പുനലൂർ കോയമ്പത്തൂർ റൂട്ട്. അത് ആ വണ്ടിയെക്കുറിച്ച് പറയുമ്പം ഒരു വലിയ കഥയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ 26-ാം തീയതി മുതൽ ഇത് തുടർച്ചയായിട്ട് ഓടാൻ തുടങ്ങി. ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഇത് ഏതൊരു മനുഷ്യനും തുടങ്ങാവുന്ന ഒരു സംരംഭമാണ്. ഞാൻ അതിൻ്റെ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിയമങ്ങൾ പലതും ഞാൻ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ട ഒരു വ്യക്തി, XY ആരുമായിട്ട് അത് ഉൾക്കൊണ്ട ഒരു വ്യക്തി ഒരു വാഹനം, ഒന്നല്ല അദ്ദേഹം 4 വാഹനം എടുത്തു. പുള്ളിക്ക് ബസ്സുകൾ 4 ബസ്സുകൾ എടുത്തു. ആ ബസ്സുകൾ എടുത്തിട്ട് പുള്ളി എന്നോട് നിയമമെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുള്ളി മറ്റൊരു ബിസിനസ്സുകാരനായിരുന്നു. പുള്ളിക്ക് ആ ബിസിനസ്സിൽ ഒരു തട്ടുകേട് പറ്റിയപ്പോൾ പുള്ളിക്ക് ഇത് ഇറക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നിട്ട് പുള്ളിയുടെ 2 വണ്ടി ബാങ്കിലേക്ക് എന്നെ തിരിച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നോട് ചോദിച്ചു, ഗിരീഷിന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ 2 വണ്ടി ഞാൻ എടുത്തു. അങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞ ഏതൊരു ചെറുപ്പക്കാരനും തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ കുറേ പേടിപ്പീരൊക്കെ ഉണ്ടായി. പക്ഷേ അതൊന്നും പേടിച്ചില്ല. പക്ഷെ പുള്ളിയുടെ കയ്യിലിരുന്ന സംരംഭം പരാജയപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും പെട്ടുപോയതാണ്. ഞാൻ പറയുന്നു ഉൾക്കൊണ്ടിട്ട് വന്നൊരു വ്യക്തി, അങ്ങനെ ഒരു ബഹുമാനം കൂടെ എനിക്ക് ആ വ്യക്തിയോടുണ്ട്. ഈ അധികാരികൾ ഇത്രയധികം വേട്ടയാടുന്ന ഒരു റോബിൻ ഗിരീഷുമായിട്ട് കൈകോർക്കാനായിട്ട് പുള്ളിക്കുണ്ടായ ഒരു ആത്മവിശ്വാസവും ധൈര്യം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ നിയമങ്ങളും ആ നിയമ പുസ്തകത്തിലെ ഓരോ പോയിന്റുകളും അദ്ദേഹവും പഠിച്ചപ്പം അത് കൃത്യമാണ്. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. എന്നെ അതിൻ്റെ അകത്ത് ഈ നിയമം ഉള്ളിടത്തോളം കാലം എന്നെ തടയിടാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ പുള്ളി അത് വണ്ടി എടുക്കാൻ എന്നോട് പോലും ചോദിച്ചിട്ട് ചെയ്തതല്ല. ഏത് റൂട്ടിലേക്കാണെങ്കിലും പുള്ളി തുടങ്ങുന്നുള്ള രീതിയിലാണ് ഇറങ്ങാൻ പോവാണ്. 8-10 ദിവസത്തിനുള്ളിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് 2 ഇറങ്ങും. 2 ഒരേ സമയം ഇറങ്ങുമോ? ഒരേ സമയം. ഇത് പണി വല്ലതും ഉണ്ടോ വണ്ടിക്ക്? ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു രീതിയിലാക്കണം. അതിൻ്റെ അകത്ത് പിന്നെ ഓൾട്രേഷൻ ഒന്ന് നടത്തണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഗതാഗത മന്ത്രിയുടെ കാര്യം പരാമർശിച്ചു. എനിക്ക് അന്നേരം മുതൽ തോന്നിയൊരു സംശയമാണ്. അദ്ദേഹം ഈ ഒരു ബസ് സർവീസുകളൊക്കെ നടത്തിയിട്ടുള്ള വാഹനപ്രേമിയായ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് അവർക്ക് ബസ് സർവീസുകളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് പറഞ്ഞ് എന്താണ് അദ്ദേഹത്തിനൊരു നിലപാട് ഈ റോബിൻ ബസ്സുകളുടെ വിഷയത്തിൽ? ഞാൻ ആദ്യം തന്നെ അനിരാജു മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ഇദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായത് പുള്ളി ഒരു മീറ്റിങ്ങിൽ പുള്ളി പറഞ്ഞു, ഇപ്പോൾ റോബിൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ ഒരു വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് ഇങ്ങനെ പുറകെ കൂടിയിട്ടുണ്ട്, അതൊരു വാർത്തയാകുന്നു, അതൊരു സംഭവമാകുന്നു, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, കോടതി തീരുമാനിക്കട്ടെ. അതിപ്പം കോടതിയിൽ അപ്പോൾ ഓൾറെഡി അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. അത് പിന്നെ കോടതി തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയേണ്ട കാര്യമില്ല. പക്ഷേ പുള്ളി ചിന്തിക്കണമായിരുന്നു. എന്നെപ്പോലെ ഞാൻ 100-500 ബസ് എടുത്തിട്ട് വന്നതല്ല, ഒരു ബസ്സും കൊണ്ട് വന്നതാണ്. എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു സംരംഭം തുടങ്ങി അത് ഓടിത്തുടങ്ങുമ്പം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചിടുകയും തടസ്സം ചെയ്യുകയും ചെയ്തപ്പം അത്
വെറും ഒരു ഇവിടുത്തെ സെക്രട്ടറി, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, കേന്ദ്രത്തിലെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ ഇമെയിൽ അയച്ചാൽ 10-15 മിനിറ്റിനുള്ളിൽ കിട്ടുന്ന മറുപടിയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് യുദ്ധം മുഴുവൻ നയിച്ചത്. അത് ഒരു സാധാരണക്കാരൻ കോടതിയിൽ പോയി തെളിയിക്കട്ടെ, അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താവും? അവൻ ആ സംരംഭം തുടങ്ങിയവൻ അവനൊരു ചെറിയ ബാക്കപ്പേലും ഇല്ലെങ്കിൽ അവൻ ഒളിച്ചു പോകേണ്ടി വരും. അതെ. അപ്പം അവൻ കോടതി പോയി തെളിയിക്കട്ടെ എന്ന് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞപ്പം പുള്ളിയുടെ മെൻറ്റാലിറ്റി എന്താ? ഞാനത് ആലോചിച്ചുള്ളൂ. പുള്ളി എന്താണ് ചിന്തിക്കുന്നത്? ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവരും ഗതാഗത മന്ത്രികളാകാറുണ്ട്, ഗതാഗത മന്ത്രിമാർ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഈ ഗതാഗത മന്ത്രിമാരെല്ലാം ചിന്തിക്കുന്ന KSRTCയുടെ മന്ത്രിയാണ്. ഇവിടെ നാട്ടിൽ റോഡിലിറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ച് ബസ്സിൽ കയറി പോകുന്ന പോലെ ഉള്ള ഓരോ വ്യക്തിയുടെയും മന്ത്രിയാണ് ഇയാൾ. പക്ഷേ ഒരു KSRTCയുടെ മന്ത്രി എന്ന നിലയിൽ അധപ്പതിക്കുകയാണ് ആന്റണി രാജു ചെയ്തത്. ആ അധപ്പതനത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു പങ്കും ഇപ്പം ഈ പറഞ്ഞ ഗണേഷ് കുമാറിനും വന്നിട്ടുണ്ട്. ഞാൻ പലരും വഴി പുള്ളിയുടെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ നോക്കി, എനിക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് നമ്മൾ തന്നെ കണക്കൂട്ടി, കുഴപ്പമില്ല. മന്ത്രിയെ കാണാനും സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. 100%. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ടാക്സുകൾ കുറച്ചിരുന്നല്ലോ. അപ്പോൾ അത് സത്യത്തിൽ ബസ് വ്യവസായത്തിന് ഒരുപാട് ഗുണകരമാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ഗുണകരമാകേണ്ടതാണ്. കാരണം ഞാനൊരു ഇത് പറഞ്ഞാൽ, ഈ ടാക്സ് സംവിധാനം കൂട്ടുകയും ടാക്സ് സംവിധാനം കുറയ്ക്കുകയും ചെയ്യാൻ തൻ്റെ ഇടത്തോടെ ചെയ്യാൻ കെൽപ്പുള്ള മനുഷ്യനാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി. ഒരു സീറ്റിന് 3000 രൂപ എന്നുള്ള ടാക്സ് പുള്ളി 2000 ആക്കി കുറച്ചു. പക്ഷേ പുള്ളിയുടെ അടുത്ത് നമ്മൾ അവതരിപ്പിച്ചത് അതല്ല, അത് 500 ആക്കി കുറയ്ക്കണം. 500 ആക്കി കുറച്ചാൽ ഇവിടെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വണ്ടികളുടെ നമ്പർ ഓഫ് എണ്ണം കൂടും. ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ 3000 ഉള്ളത് 2000 ആക്കി. 2000 ആക്കുമ്പോഴും നമ്മൾ നാഗാലാൻഡിൽ ചെല്ലുമ്പം ഇത് 500 ഉള്ളൂ. അപ്പം വീണ്ടും നാഗാലാൻഡിൽ പോകും. ഈ നാഗാലാൻഡിലുള്ള രജിസ്റ്റർ ചെയ്ത വണ്ടികൾ ഇന്ത്യയിൽ എവിടെ ഓടാമെന്ന നിയമമുണ്ട്. ആ നിയമം വെച്ചാൽ എല്ലാവരും നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലൊക്കെ പോയി വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് വരും. അപ്പോൾ അവിടെ ആ ടാക്സിനൊപ്പം ആക്കുകയും ചെയ്യാം. ഇപ്പം തമിഴ്നാടിൻ്റെ പോലെയുള്ള തമിഴ്നാട് അവിടെ 40 വർഷം മിച്ചമായിട്ട് തമിഴ്നാട് കോൺട്രാക്ട് ഗാരേജോ സ്റ്റേജ് ഗാരേജോ പെർമിറ്റ് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ പോലും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോകുന്നൊരു സ്ഥിതി വരും. ഇവിടെ ടാക്സ് കുറച്ച് കൊടുക്കണം. പക്ഷെ കുറച്ചപ്പം കുറയ്ക്കേണ്ടിടത്തോളം കുറച്ചില്ല. നമ്മൾ ചിന്തിക്കണം, രജിസ്ട്രേഷൻ വകുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പാണ്. അതെ, രജിസ്ട്രേഷൻ വകുപ്പ് കഴിഞ്ഞാൽ ആ മോട്ടോർ വാഹന വകുപ്പിലെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നതാണ് സ്വകാര്യ ബസ്സുകൾ. അതെ, അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് വീണ്ടും വർഷാവർഷം 2000-3000 കോടി സർക്കാർ KSRTCക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് പൊതുജനത്തിന് എന്ത് ഗുണം? അപ്പോൾ അങ്ങനെ പൊതുജനത്തിനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം. അതൊരു ഇൻഷുറൻസും ഇല്ല, ടാക്സും ഇല്ല. പോട്ടെ, ഈ അടുത്തൊരു സംഭവം പറയാം. ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ഓർഡറാണെന്നാണ് പറഞ്ഞത്. സ്വകാര്യ ബസ്സുകളിലെല്ലാം ഫെയർ സ്റ്റേജും ഫെയർ ലിസ്റ്റും വിദ്യാർത്ഥികളുടെ ഫെയർ സ്റ്റേജും ഫെയർ ലിസ്റ്റും എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കുക, ലജ്ജയില്ലേ ഇയാൾക്കിത് പറഞ്ഞതിന്? കാരണം KSRTC 2026 വരെ ടാക്സ് ഫ്രീ മേടിച്ചു. എന്തുകൊണ്ടാണ്? ടാക്സ് ഇവർക്ക് ഒരു വണ്ടിക്ക് അടയ്ക്കാം. അത് സ്വിഫ്റ്റിൻ്റെ വണ്ടിക്ക് പോലും ഒരു വണ്ടിക്കും ടാക്സ് അടയ്ക്കണ്ട. എന്താ കാര്യം എന്നറിയോ? വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇവരുടെ അവിടെ പോയി മുട്ടുപാട് നിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ കാർഡ് പോയി മേടിച്ചാൽ അത് വെച്ചേ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഏതൊരു വിദ്യാർത്ഥിക്കും +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വാഹനത്തിൽ സൗജന്യമാണെന്ന് ഇതിലൊന്ന് എഴുതി വെക്കട്ടെ. അത് എഴുതി വെക്കാനുള്ള ആർജവം കാണിച്ചിട്ട് പ്രൈവറ്റുകാരുടെ മുഖത്ത് കയറിയാൽ പോരെ? നാണം ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റുകാരോട് മാത്രം എഴുതാൻ പറയുമോ? അപ്പോൾ അവരോട് എന്ത് പ്രവൃത്തിയും ചെയ്യാം. കാരണം അവരുടെ ഈ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനാ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ആനയ്ക്കുണ്ടോ ആറാട്ട് തന്നാണെന്നുള്ളൂ, ഇച്ചിരി കരിമീൻ തിന്നണം, ഇച്ചിരി ശർക്കരയൊക്കെ തിന്നണം, അങ്ങനെ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. ഗിരീഷിനെ പേടിപ്പിക്കാനും പെരക്കകത്ത് കയറ്റാനുമായിട്ട് ഒരുപാട് നാളായിട്ട് ശ്രമം നടന്നു. ഗിരീഷ് പേടിച്ചു തുടങ്ങിയോ? ഉടയമ്പരാനെ പേടിക്കും. വേറെ ഒരുത്തനെയും
അതിന് താഴെ ഒരുത്തനെയും പേടിക്കില്ല. ഒരുത്തനെയും ഞാൻ ഇല്ല. പേടിക്കില്ല. അത് ശരി. എന്താ ഇങ്ങനെ ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ? അത് സാധാരണക്കാരെ, അത് പ്രത്യേകിച്ച് ഒരു പണം മുടക്കി ഒരു സംരംഭം കൊണ്ട് നടക്കുന്ന ഒരാൾ അറയ്ക്കുന്ന അല്ലെങ്കിൽ പിന്നോട്ട് വലിയുന്ന ഒരു വലിയ പോരാട്ടമാണ്. ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, ആ വകുപ്പിൻ്റെ മുഴുവൻ മേധാവികളും ഒരു വശത്ത്, പൊതുജനങ്ങൾ മാത്രമേ ഉള്ളൂ ഗിരീഷിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ നിന്ന് അതും അവർക്കും ചെയ്യാൻ പറ്റുന്നതിന് അവർക്ക് ആർപ്പ് വിളിക്കാം, ധാർമ്മിക പിന്തുണ പ്രഖ്യാപിക്കാം എന്നുള്ളതിനപ്പുറം ഗിരീഷിനെ ഒരു പരിധിക്കപ്പുറം സഹായിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. കാരണം അവർക്ക് അധികാരമില്ല. അവർക്ക് മാനസികമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പോരാട്ടം ഒരു സംസ്ഥാന സർക്കാരിനെതിരെ, ഒരു പ്രധാനപ്പെട്ട വകുപ്പിനെതിരെ എങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ധൈര്യം? നിയമം ഉള്ളത് ഒരു സാധാരണക്കാരനും കിട്ടണം. അത് അതിനുള്ള അവകാശം ഗാന്ധിജി സ്വാതന്ത്ര്യം മേടിച്ച് തന്നപ്പോൾ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞത് ആ ഒരു ഇത് നമ്മൾ ചോദിച്ചാൽ അത് കിട്ടും, അപേക്ഷിച്ചാൽ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ പഠിച്ചത് അതേ ഉള്ളൂ. പിന്നെ എനിക്ക് കാരണവന്മാർ ചെറുപ്പം മുതൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. ഞങ്ങൾ മേഞ്ചി താലൂക്കിലാണ്. ഇച്ചിരി കപ്പയും പന്നിയിറച്ചിയൊക്കെ വെട്ടി കഴിച്ച് പഴയ കർഷകരായ കാരണവന്മാരാണ്. അവർ പറഞ്ഞു തന്നൊരു ധൈര്യമുണ്ട് ചെറുപ്പം മുതലുള്ള. എന്തിനേയും മുന്നേ നിന്ന് നയിക്കണം. അത് ചെയ്യുന്ന കാര്യത്തിലൊരു നീതി വേണം. നമ്മൾ ചെയ്യുന്നതിലൊരു സത്യം ഉണ്ടാവണം. 100% സത്യമുള്ളതേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കാൻ ഒരു സത്യം അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് ആ നിയമത്തിൽ ഇത് കൃത്യമായിട്ടുണ്ടെന്നുള്ള ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇതിൻ്റെ ഒരു മറുകര കണ്ടിട്ടേ കയറുള്ളൂ. 100%. ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. മരിച്ചില്ല, ഞാൻ ഇതുപോലെ ഈ ഉടലോടെ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മറുകര കണ്ടിട്ട് നമ്മുടെ വിജയം കണ്ടിട്ടേ നമ്മൾ അടങ്ങുള്ളൂ, എന്നിട്ടേ പിൻവാങ്ങുള്ളൂ. ഈ ഒരു ആത്മവിശ്വാസം എന്താണ്? അതൊരു എന്താ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങൾ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അവർ കട്ടയ്ക്ക് കൂടെയുണ്ട് എന്തിനും. കാരണം എന്നോട് അവരാരും നോ പറയാറില്ല. എന്നാൽ ഞാൻ ഒരു തെറ്റായ വഴിയിൽ പോവില്ല എന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. ഈ ഒരു ശാരീരികമായ ഒരു ദൗർബല്യം, ഇപ്പോൾ ഒരു കൈക്ക് ബലക്ഷയമുണ്ട്, കാലിന് പ്രശ്നമുണ്ട്. ഇത് ഇപ്പം ശാരീരികമായി ബലക്ഷയമുള്ള ഗിരീഷ് ഒരു ദുർബലനാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചോ? അങ്ങനെ ഇതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പും അതിനെ കുറച്ച് ആൾക്കാരും കണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഏതാണ്ട് ഈ ബസ് കഴുകാൻ വന്ന് ബസ് കഴുകി പോർട്ടറായി, അത് കണ്ടക്ടറായി, ഡ്രൈവറായി, പിന്നെ ഒരു മുതലാളിയായി, ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു. എനിക്കെൻ്റെ കാരണവന്മാർ നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അത് അവരെന്നെ മനസ്സിലാക്കിയില്ല. പിന്നെ എനിക്ക് പൊതുജനത്തിൻ്റെ പിന്തുണ. അതൊരു വലിയൊരു, കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇങ്ങനെയൊന്നും ആവുന്ന ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. ഞാൻ ഇതിൽ നിന്ന് ലാഭം കണ്ടിട്ട് വന്നതല്ല. നമ്മൾ പണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, ഒറ്റച്ചാൻ വയറല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചേട്ടന് ഇപ്പോൾ ഞാൻ ഒരു 3 ബിരിയാണി ഒന്നിച്ച് മേടിച്ച് തന്നാൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. 1.5 വരെ കട്ട് കഴിക്കുള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് മതിയെന്ന് പറയല്ലേ. ഞാൻ ഒത്തിരി സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് കാണിക്കണം? അപ്പം നഷ്ടം വരുന്നേ. അപ്പോൾ സാധാരണക്കാരനൊരു ഒരു ഒരു വഴിയാണ് ഞാൻ തുറന്നു കൊടുക്കുന്നത്. അത് ഒരുവനും തുടങ്ങാവുന്ന ഒരു സംവിധാനമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. തൻ്റെ അടുത്തോടെ പോലെ ഞാൻ എല്ലാവരും പറയാറുണ്ട്, തൻ്റെ അടുത്തോടെ പോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചോ, ഞാൻ പറഞ്ഞു തരാം. എന്നെ അതുപോലെ 100 കണക്കിനല്ല 1000 കണക്കിന് പേര് വിളിക്കാറുമുണ്ട്. വിളിച്ച് കിട്ടുന്നത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും അവൻ നശിച്ചു പോകുന്ന വഴി ഞാൻ പറയല. അതുപോലെ ഈ റോബിൻ ബസ്സിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കറിയാം, ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി കോയമ്പത്തൂർ വരെയുള്ള ഓട്ടത്തിനിടയ്ക്ക് വഴി നീളെ ജനങ്ങളുടെ സ്വീകരണമായിരുന്നു. അവരുടെ സ്വീകരണം കാരണം പോലും നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഒരു വല്ലാത്തൊരു ഇതിലായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആവുമെന്ന് ചിന്തിച്ച ആളല്ല. ആ ജനങ്ങൾ തന്ന സ്വീകരണം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. ആ രീതിയിലേ ഞാൻ കണ്ടുള്ളൂ. അത് ജനം എന്നോടുള്ള ഇഷ്ടമൊന്നുമല്ല, ഞാൻ എതിർക്കുന്ന സംവിധാനത്തോടുള്ള എതിർപ്പ് അവർ കാണിച്ചു. ആ സംവിധാനം നമുക്കൊരിക്കലും അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. സാധാരണക്കാരനായ ഒരു സംരംഭകനെ ഒരു ഭരണകൂടം വേട്ടയായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള അവരുടെ ഐക്യദാർഢ്യമായിരുന്നു ആ റോഡിൽ കണ്ട പിന്തുണ മുഴുവൻ. അപ്പം അത് വരുമ്പം സാധാരണക്കാർ റോഡിൽ ഇറങ്ങിപ്പോകും. അത് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു ആളുകളെ. റോബിൻ ബസ് ഓരോ കടന്നു വരുന്ന വഴികൾ അവർ ഫോണിലൊക്കെ അറിഞ്ഞിട്ട് ഏകദേശം അവർ ഒന്ന് ഊഹിക്കും, ഈ സമയമാകുമ്പോൾ ഇവിടെ വരും. അപ്പോൾ അവിടെ അവർ കാത്തു നിൽക്കുകയാണ്. പുഷ്പവൃഷ്ടി രാത്രി 3 മണിക്ക് വരെ അതുപോലെ ജനമായിരുന്നു.
ശരി. അതുപോലെ ഈ ഇപ്പം നമ്മൾ പൊതുജനങ്ങളുടെ പിന്തുണ അത് ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം സഹസംരംഭകർ ഒരുപാട് പേരുണ്ട്. അതായത് ബസ് സർവീസ് നടത്തുന്ന വ്യക്തികൾ വേറെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ കോട്ടയത്ത് ഉൾപ്പെടെ പല നാടുകളിലുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുണ, അതായത് മറ്റുള്ള നമ്മുടെ അതേ രംഗത്ത് ബിസിനസ് നടത്തുന്ന ആളുകളുടെ പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരാളുടെ പോലും പിന്തുണയില്ലായിരുന്നു. ഞാനിത് ഇങ്ങനെ തന്നെ പറയാം, സ്റ്റേജ് കാരേജും കോൺട്രാക്റ്റ് കാരേജും സർവീസുകളുള്ള ഓരോടമേ എന്നെ സഹായിച്ചിട്ടില്ല. ചുരുക്കം നമ്മുടെ അത്ര വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ മാത്രം, അവർ മാത്രം എൻ്റെ കൂടെ നിന്നു. അല്ലാതെ ബാക്കിയുള്ളവർ മുഴുവനും എങ്ങനെ എൻ്റെ സംരംഭത്തെ ഇല്ലാന്നാക്കാം, ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ കൊടുക്കാം, ഇനി അഥവാ എൻ്റെ സുഹൃത്തുക്കളെ പോലും നീ അതിൻ്റെ അകത്ത് പോകരുത്, ചില സമ്മർദ്ദത്തിലാക്കിയിട്ട് അവരെ മാറ്റിക്കൊണ്ട് പോയ സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോകാതെ ചുരുക്കം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു കൈയുടെ വിരല എണ്ണാനുള്ള ആൾക്കാരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പൊതുജനങ്ങളൊക്കെ ഇത്രയധികം പിന്തുണ തന്നിട്ടും സ്വന്തം വർഗത്തിൽപ്പെട്ടവരെന്തുകൊണ്ടായിരിക്കും പിന്തുണയ്ക്കാതെ? അവർ എന്നെ സർക്കാരിനെ പേടിച്ചിട്ടാണോ അതോ? അവർ സർക്കാരിനെ പേടിച്ചിട്ടല്ല, എന്നെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രീതി പിടിച്ചു പറ്റുക. പക്ഷേ ജീവിതത്തിൽ ആരും ഉത്സാഹപ്പെടുത്തുകയല്ല, നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ. അത് അവർ ചിന്തിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം 2 അടി കിട്ടി കഴിയുമ്പോൾ എന്നാ പറയാൻ, ആ ഗിരീഷിൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു എന്നിട്ട് എന്നും പറഞ്ഞ് പ്രാഗിയിട്ട് പോകുന്നത് ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അല്ല, നമ്മളൊക്കെ കരുതിയിരുന്നത് ഈ പ്രത്യേകിച്ചും ബസ് തൊഴിലാളികൾ അവരൊരു വർഗ്ഗബോധമുള്ളവരാണ്, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന്. 100% തൊഴിലാളികൾ നല്ല സപ്പോർട്ടാണ്, ഗിരീഷിന് സപ്പോർട്ടാണ്. മുതലാളിമാർ പക്ഷേ നേരെ തിരിച്ചാണ്. തൊഴിലാളികൾക്ക് വോയിസ് ഇല്ലല്ലോ. ഇല്ല. സ്വകാര്യ ബസ് മേഖലയിൽ തൊഴിലാളികൾക്ക് വോയിസ് ഇല്ല. കാരണം അവരെ ആ രീതിയിലാക്കി കളഞ്ഞു. അല്ല, എന്താ ഇത് ഗിരീഷിൻ്റെ, ഞാൻ വീണ്ടും മുമ്പേ ധൈര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എന്താ ഗിരീഷിൻ്റെ ആത്മവിശ്വാസം? എന്താ എൻ്റെ ആത്മവിശ്വാസം? ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ എന്താ ആത്മവിശ്വാസം? എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ ബലം. എൻ്റെ കുടുംബം അതുപോലെ ചെതറിപ്പോയ, ഞാൻ ആക്സിഡൻ്റ് ആയപ്പോൾ അതുപോലെ ചെതറിപ്പോയൊരു കുടുംബമാണ്. അത് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ. അതാണ് എൻ്റെ ബലം. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുണ്ട്, ഓൾട്രേഷൻ ചെയ്ത വണ്ടികൾ. അപ്പം ഞാനിത് വേറൊരു വഴിക്ക് ഒരു സുഹൃത്ത് വഴി അറിഞ്ഞത് ഗിരീഷ് അടുത്ത ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്താണ് ആ പോരാട്ടം? ഞാൻ ഈ ഓൾട്രേഷൻ ചെയ്ത വണ്ടികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ്പ. ഞാൻ ആ കടമ്പ ഏകദേശം കഴിഞ്ഞു. ഇന്നലെയാണ് കോടതി ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇട്ടിരിക്കുന്ന ഉത്തരവാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഓർഡർ ചെയ്ത് ഒരു കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന വണ്ടി ഓർഡർ ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ ആ വാഹനം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പിടിച്ചെടുക്കണമെന്നാണ് ഉത്തരവ്. വായിച്ചു നോക്കിയാൽ അത് എന്തോ ഒരു തില്ലങ്കേരി മർഡർ കേസിൽ അതിൽ ജീപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ കാര്യത്തിലാണ്. അപ്പം അത് ചെയ്യണ്ട, അത് ചെയ്ത വണ്ടികളൊക്കെ പിടിച്ചെടുക്കണമെന്നും ഇതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ, നമ്മുടെ KSRTCയിൽ ബോഡി ചെയ്യാത്ത വാഹനങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഇല്ല. ഇവിടെ ബസ് ബോഡി കോഡ് എന്നും പറഞ്ഞ് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു നിയമമുണ്ട്, ബസ് ബോഡി കോഡ്. ആ നിയമം എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും വെച്ചാണ് ഈ ബോഡി കോഡ് തരുന്നത്. ആ ബോഡി കോഡിൽ വന്ന നിയമം ഇവർക്കും ബാധകമായിട്ട് വന്നു. അപ്പോൾ ഇവരുടെ ബോഡി വർക്ക്ഷോപ്പ് നിർത്തി ഇവർ പുറത്ത് വർക്ക്ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പുറത്ത് വർക്ക്ഷോപ്പിൽ ചെയ്തത് ബോഡി കോഡ് പ്രകാരമല്ലേ? അപ്പോൾ ഉദാഹരണം ഞാൻ ചോദിക്കുക, നിങ്ങൾക്കൊരു ഇന്നോവ കാറുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് എല്ലാം മാറ്റി ഒരു ബെൻസ് കാറിൻ്റെ ഷേപ്പ് ആക്കാൻ പറ്റുമോ? ഇല്ല, നിയമപ്രകാരം പറ്റില്ലല്ലോ. ഇത് തന്നെ ഞാനും പറഞ്ഞല്ലോ, KSRTC അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ബസ് ബോഡി കോഡ് പ്രകാരം പണിതിറങ്ങിയ വണ്ടി ഓർഡർ ചെയ്യാൻ പാടില്ല. അത് ഓർഡർ ചെയ്യണമെങ്കിൽ അതാത് കമ്പനികളിൽ കൊണ്ടുപോയിട്ട് അവർ ചെയ്യണം. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഏതെങ്കിലും ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ബോഡി പണിതിറക്കിയ വണ്ടികൾ KSRTC പിന്നെ രൂപാന്തരം മാറ്റിയിട്ടുണ്ട്. അതാണ് പണിത 100ഓളം വണ്ടികളുണ്ട്. ഏകദേശം അതിൻ്റെ 100 വണ്ടികളും അവർ ഓർഡർ ചെയ്തിട്ടുമാണ്. അപ്പോൾ ഇന്നലത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ റോഡിൽ സർവീസ് നടത്താൻ യോഗ്യരല്ല. ഇല്ല, ആ വണ്ടികൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കണം. അത് എടുത്തില്ലെങ്കിൽ അത് തെറ്റാ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ CMVR 100 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 100. അത് 100 1996 മുതൽ ആപ്ലിക്കബിൾ ആയത്.
96 ക്രൂഷ്യൽ ഡേറ്റ് എനിക്കറിയില്ല, ഞാൻ നോക്കണം. ആ 96 അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വാഹനത്തിനും ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് ലാമിനേറ്റഡ് ഗ്ലാസ്സാണ് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി പൊട്ടിയാൽ ഈ ഗ്ലാസ് ചുരുട്ടി കൂട്ടി എടുത്തുകൊണ്ട് പോകാം, ഡ്രൈവർക്കോ യാത്രക്കാർക്കോ യാതൊരു ആപത്തും വരാതിരിക്കുക. ആ സ്ഥാനത്ത് KSRTC ചെയ്ത് 2017-18 കാലത്ത് ഏതാണ്ട് 2000-ഓളം ടഫൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പൊടി പോലെ പൊടിഞ്ഞു. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഈ ഡ്രൈവറുടെ മുഖത്തും അതുപോലെ ഡ്രൈവറുടെ കണ്ണിലും അതുപോലെ വണ്ടിയുടെ തെറിക്കും. അതുകൂട്ട് ഗ്ലാസ് KSRTC വലിയൊരു ബൾക്ക് പർച്ചേസ് മേടിച്ചു വെച്ചു. ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നിയമത്തിലില്ലാത്ത സാധനം പർച്ചേസ് ചെയ്ത് വെച്ചപ്പം അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ? ലാമിനേറ്റഡ് ഗ്ലാസ് വെക്കണമെന്ന് നിയമം പറയുമ്പോൾ KSRTC ലാമിനേറ്റഡ് ഗ്ലാസ് മാറ്റി ടഫൻഡ് ഗ്ലാസ് ഫിറ്റ് ചെയ്തു. അപ്പോൾ KSRTC മാത്രമല്ല, അത് അങ്ങനെ സർവീസ് ഈ രൂപാന്തരം മാറ്റി സർവീസ് നടത്തുന്ന ബസ്സുകൾ കേരളത്തിലെ റോഡുകളിൽ ഓടുന്നുണ്ടോ KSRTC? 90% അങ്ങനെ രൂപാന്തരം മാറ്റിയ വണ്ടികളേ ഉള്ളൂ KSRTCക്ക്. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂന്നേ. ഞാൻ തൽക്കാലം സമയം എന്താ, ഞാൻ അതേ പറയുന്നുള്ളൂ. പിന്നെ 15 വർഷമായ വണ്ടികളെല്ലാം പൊളിക്കാൻ, ഗവൺമെൻറ് വണ്ടികൾ പൊളിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വണ്ടി, നല്ല വണ്ടികൾ കട്ടപ്പുറത്തിരിപ്പുണ്ടെന്നറിയുന്നുണ്ട്. KSRTC ബസ് മാത്രം 17 വർഷം ഓടാം. എന്നാൽ പിന്നെ ആ വണ്ടികൾ ഓടാൻ പറ്റില്ല, ശരിയല്ലേ? എത്രയോ കോടികൾ ലാഭമുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതിൻ്റെ പേര് പറഞ്ഞ് എയ്ഡ് മേടിക്കാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എയ്ഡ് മേടിച്ചു, എന്നിട്ട് വണ്ടി പൊളിച്ചിട്ടുമില്ല. കേരളത്തിൻ്റെ റോഡുകളിൽ കൂടെ RC ക്യാൻസലായ വണ്ടികൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരെ ഞാൻ കേസ് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് കേസ് ഹൈക്കോടതിയിൽ കേൾക്കുന്നുമുണ്ട്. അപ്പം അടുത്ത യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഒരുങ്ങുകയാണെന്ന് ഗിരീഷ് വേറൊരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്ന് ഞാൻ നേരത്തെ ഒരു സൂചന വന്നിരുന്നു. അതെന്താണെന്നുള്ളത് എനിക്കൊരു നല്ല ധാരണയില്ലായിരുന്നു. അടുത്തത് KSRTCക്കെതിരെ തുറന്ന യുദ്ധത്തിനായിട്ടാണ് ഗിരീഷ് തയ്യാറെടുക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് തന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ നിയമം അനുസരിച്ച് ലാമിനേറ്റഡ് ഗ്ലാസ് വിൻഷീൽഡിൽ മുമ്പിലത്തെ ആ ഗ്ലാസ്, ഡ്രൈവറുടെ മുമ്പിലിരിക്കുന്ന ആ ഗ്ലാസ് ലാമിനേറ്റഡ് ഗ്ലാസ് ആയിരിക്കണമെന്ന് നിയമം പറയുമ്പോൾ അത് മാറ്റി ടഫൻഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നടത്തുന്ന 100ഓളം ബസ്സുകളാണോ അത് ഇവിടെ ബോർഡ് ചെയ്തത്? അല്ലാതെ KSRTCയുടെ 90% ബസ്സുകളും പരിശോധനയ്ക്ക് ആണ്. സർവീസ് നടത്തുന്ന 90% ബസ്സുകളും ടഫൻഡ് ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അത് ഗിരീഷിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗിരീഷ് അതിനെ നിയമപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ഡോക്യുമെൻസുകളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത നിയമയുദ്ധം KSRTCക്കെതിരെയാണ്. അത് പരസ്യമായി പറഞ്ഞിട്ട് ഗിരീഷ് പറയുന്നത്, ഗിരീഷിന് പുറകിൽ നിന്ന് അടിച്ചിട്ട് ഓടുന്ന ശീലമില്ല, ഞാൻ ഇന്ന വഴിക്കാണ് വരുന്നത്, ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ നിങ്ങളെ തല്ലും എന്ന് പറഞ്ഞ് തന്നെയാണ് KSRTCക്ക് നേരെ ചങ്കും തിരിച്ച് ഗിരീഷ് അടുത്ത നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുക, ആരെ പേടിക്കണം? നമ്മൾ എന്ത് പേടിക്കണം? ഒരു ജീവനല്ലേ ഉള്ളൂ, ഒരു മരണമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ സ്വകാര്യ ബസ് സംരംഭകരെ പോലെ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടുകയില്ല. മരിച്ച് ജീവിക്കാൻ, ചത്ത് ജീവിക്കാൻ കിട്ടുകയില്ല, അല്ല ജീവച്ഛവമായിട്ട് ജീവിക്കാനില്ല, അല്ലേ? ഇല്ല. അതാണ് പേടിയില്ല, പോരാട്ടത്തിന് പേടിയില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിയമപരമായിട്ട് അത് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി നിയമപരമായി നീങ്ങും. നിയമകോടതികളെ, നീതിന്യായ കോടതികളെ സമീപിച്ച് അവിടെ പോരാടി അതിനകത്ത് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഗിരീഷിൻ്റെ ഇതുവരെ നമ്മൾ കണ്ട രീതി. ഇനിയും തുടർന്നും ഗിരീഷ് അതുപോലെ തന്നെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ എന്താണ് ഒരു വിദ്യാഭ്യാസ യോഗ്യത. അപ്പോൾ നേരത്തെ പറഞ്ഞു, എനിക്ക് എൻ്റെ കാരണവന്മാർ എനിക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അത് ഇവരിൽ പലർക്കും അറിയാൻ മേല. അറിയാവുന്ന ചിലർ ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്ത് അവനോട് വെറുതെ മുട്ടാൻ പോകണ്ട, അവന് അത്യാവശ്യം പഠിപ്പുള്ളവനാണ്, വെറുതെ മുട്ടാൻ പോയാൽ നിങ്ങളുടെ പുറത്ത് മണ്ണ് പറ്റും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുത്തിട്ടും അവരാരും അത് ചെവിക്കൊണ്ടില്ല. എന്താണ് ഗിരീഷിൻ്റെ ഒരു വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട്? എന്താണ്? ഞാൻ LLB പഠിച്ച ആളാണ്. LLB പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല? ഇങ്ങനെ സന്നദ്ധ എടുത്തിരുന്നോ? എടുത്തില്ല. അതെന്ത് പറ്റും പിന്നെ അങ്ങനെ? അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായതാണ്. ഒരുപക്ഷെ ഇപ്പം അഡ്വ എന്ന പേരിനൊപ്പം ചേർത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഗൗണൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ കോടതി കയറിയതിനേക്കാൾ കൂടുതൽ ഒരു വ്യവഹാരങ്ങളുമായിട്ട്, സ്വന്തം കേസിൽ വ്യവഹാരങ്ങളുമായിട്ട് ഗിരീഷ് കോടതി കയറിയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് കോടതികളിൽ കയറിയിട്ടുണ്ട്. പല വക്കീലന്മാർ പോലും ഒരുപക്ഷെ ഇത്രയും കോടതി കയറിയിട്ടുണ്ടാവില്ല, കോടതി മുറി കണ്ടിട്ടുണ്ടാവില്ല.
പക്ഷെ അതിലൊക്കെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടുപ്പി ലോ കോളേജിൽ പഠിച്ച ആളാണ്. 93-98 കാലത്താണ് ഞാൻ 93 ബാച്ചാണ്. അതിൽ ഞങ്ങളുടെ ആ ബാച്ച് മേറ്റ്സിൻ്റെ ഒരു സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ വലുതാണ്. കാരണം ഇന്ന് കർണാടക, തമിഴ്നാട്, കേരള ഈ 3 സ്റ്റേറ്റിൽ എൻ്റെ ഒപ്പം പഠിച്ച എല്ലാ കോടതികളിലും തന്നെ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വക്കീലന്മാരുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏത് കോടതിയിലും ചെല്ലാൻ എനിക്ക് ഓടി കയറാൻ പറ്റുന്നുണ്ട്. അതുപോലെ സാധാരണക്കാർക്കുള്ള ഒരു സംശയം എന്ന് മാത്രമല്ല, സാധാരണക്കാർക്ക് മാത്രമല്ല, ഗിരീഷിനെ തറ പറ്റിക്കാൻ, ഗിരീഷിനെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ, ഗിരീഷിനെ ഷെഡിനകത്ത് കയറ്റാനായിട്ട്, റോബിൻ ബസിനെയും ഗിരീഷിനെയും ഒക്കെ ഷെഡിനകത്ത് കയറ്റാനായിട്ട് അതിന് നോമ്പ് നോറ്റിരിക്കുന്ന ആളുകളുടെ മറ്റൊരു കുപ്രചരണമാണ് ഗിരീഷിന് ഇവിടെ നിന്നൊക്കെയോ ഒരുപാട് പണം കിട്ടുന്നുണ്ട്, ദുരൂഹമായ സോഴ്സുകളിൽ നിന്ന് ഒരുപാടൊക്കെ പണം കിട്ടുന്നുണ്ട്, ആ പണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ഹൈക്കോടതിയിലൊക്കെ ഇങ്ങനെ നിരന്തരം വ്യവഹാരം നടത്തുന്നത്? ഒരു ബസ് മുതലാളി വിചാരിച്ചാൽ പുള്ളിക്ക് ബസ്സിന് ഡീസൽ അടിക്കാനും മറ്റേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പോലും തികയാത്ത കാലത്ത് ഇങ്ങനെ എവിടുന്ന് ഇത്രയും കാശ് മുടക്കി വ്യവഹാരം നടത്തുന്ന അഡ്വക്കേറ്റ്സിനെ അവർക്ക് വക്കാലത്ത് കൊടുക്കുന്നത്? അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകുന്നു. ഗിരീഷിന് ദുരൂഹമായ സോഴ്സുകളിൽ നിന്ന് പണം വരുന്നുണ്ട് എന്നാണ്. ഇത് എങ്ങനെയാണ്? എനിക്ക് ഒരു സംശയം. സുപ്രീം കോടതിയിലുള്ള കേസും ഞാൻ നടത്തിയ കേസുകളെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ നടത്തിയത്. ഇവരാരും എന്നോട് ഫീസ് മേടിച്ചിട്ടല്ല. ജസ്റ്റ് ചിലപ്പം കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയല്ലോ പൈസ വന്നത്, ഫയലിംഗ് ചാർജ് വല്ലതും ചോദിച്ചാൽ അതും ആരും തന്നെ ചോദിക്കാറില്ല. ഞാൻ കൊടുക്കുന്ന കേസുകൾ അവർ നല്ല ആത്മാർത്ഥമായിട്ട് നടത്തും. അതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ബാച്ചിന്റെ ഒരു ഗുണമാണ്. ആ ഒരു ഏത് ബാച്ചായിരുന്നു? ഉടുപ്പി ലോ കോളേജ് 93-98 ബാച്ചായിരുന്നു. അപ്പോൾ അതാണ് സാധാരണ പ്രേക്ഷകർക്കും ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവർ ഗിരീഷിനെ കുറച്ചുകൂടി ഒന്നൊരു ദുരൂഹ കഥാപാത്രമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം അത് ചെയ്യുന്നത്. ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടുമായിരിക്കാം. എന്നാലും ഇപ്പം ഗിരീഷ് തന്നെ പറയുന്നത് ഗിരീഷിന് ദുരൂഹമായ ഒരു സോഴ്സിൽ നിന്നും ഒരു പണവും കിട്ടുന്നില്ല, ഒരു പണവും വരാനില്ല. പിന്നെ എങ്ങനെയാണ് ഗിരീഷ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് നടത്തുന്നത്? ഇങ്ങനെ നിരന്തരം 1-2 കേസല്ല, നിരന്തരം കേസുകൾ നടത്തുകയാണ്. അതിനൊക്കെ ഇപ്പോൾ വക്കാലത്ത് കൊടുക്കണം, പിന്നെ ഹിയറിങ്ങിനുണ്ട്, അവിടെ ചെല്ലേണ്ടി വരും, വക്കീലിന് ഫീസ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഗിരീഷ് നടത്തുന്നതെന്ന് ഗിരീഷ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സുഹൃത്തുക്കൾ, ഉടുപ്പി ലോ കോളേജിലെ അന്ന് പഠിച്ച സുഹൃത്തുക്കൾ 3 സംസ്ഥാനങ്ങളിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ കൈമെയ് മറന്ന് ഈ സുഹൃത്തിനോട് തങ്ങളുടെ പഴയ സഹപാഠിയോടുള്ള ആ സ്നേഹം കൊണ്ട് അവർ സൗജന്യ നിയമസഹായം തന്നെ ഗിരീഷിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഗിരീഷിന് ഈ നിയമ പോരാട്ടം കേരളത്തിലെ കോടതികളിലും സുപ്രീം കോടതിയിലും ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നത്. അത് വളരെ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർക്ക് സംശയമുള്ള, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഗിരീഷ് എങ്ങനെയാണ് ഇത്രയും പൈസ മുടക്കി കേസ് നടത്തുന്നതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഇപ്പം ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒന്ന് ചോദിക്കേണ്ടത്, ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഇപ്പം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ പോരാട്ടങ്ങൾ ഗിരീഷ് നടത്തിയിരുന്നു. ഇപ്പോൾ LDF ഗവൺമെൻറ് കാലത്ത് വന്നപ്പോൾ അത് വർദ്ധിത വീര്യത്തോടെ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പം നാട്ടിൽ മീനച്ചിൽ താലൂക്കിലാണെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ ഇപ്പോൾ ഈ ഭരണാനുകൂലികളോ അല്ലെ പ്രതിപക്ഷത്തുള്ളവരെ രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെയാണ് ഗിരീഷിനെ കാണുന്നത്? മിത്രമായിട്ടാണോ ശത്രുവായിട്ടാണോ? എല്ലാവരും എന്നോട് മിണ്ടും. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ എൻ്റെയോ എൻ്റെ വീടിൻ്റെ പരിസരത്തോ രാഷ്ട്രീയം പറഞ്ഞ് ആരെയും ഞാൻ കേട്ടില്ല. സുഹൃത്ത് ബന്ധത്തിന് രാഷ്ട്രീയവാദിയാണോ? എനിക്ക് അരാഷ്ട്രീയമൊന്നുമില്ല. സുഹൃത്ത് ബന്ധം പോവാം, കുഴപ്പമില്ല. നമുക്കറിയാം ബൈബിളിലെ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ. ഗോലിയാത്ത് എന്ന മഹാമേരുവിനെതിരെ ഒരു കുഞ്ഞു പയ്യൻ ദാവീദാണ് യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിൽ ദാവീദിനായിരുന്നു ജയം എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ, മോട്ടോർ വാഹന വകുപ്പ്, അതായത് സർക്കാരിൻ്റെ എല്ലാ സംവിധാനവും ഒരു മഹാമേരു പോലെ മറുവശത്ത് നിൽക്കുമ്പോൾ അതിനെതിരെ ഗിരീഷ് എന്ന ഒരു ഒറ്റയാൻ, ശാരീരിക അവശതകളുള്ള, എന്നാൽ സഹായിക്കാൻ പ്രത്യേകിച്ച് കൂടെ ഉള്ള ആളുകൾ പോലും, അതായത് സഹസംരംഭകർ പോലും അതിനെ മടിച്ചു നിൽക്കുന്ന, ആരും തന്നെ മുന്നിട്ട് ഇറങ്ങി വരാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന ഈ ഭരണകൂടത്തിനെതിരെ, സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യം കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ആരെയും വെല്ലുവിളിക്കുന്നില്ല, വഴിയിലിറങ്ങി ഗ്വാ വിളിക്കുന്നില്ല. നിയമപരമായി നിയമകോടതികളിൽ, നീതിന്യായ കോടതികളിൽ തൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നു. തനിക്ക് മേലുണ്ടായ നീതി നിഷേധം അവതരിപ്പിക്കുന്നു. അവിടുന്ന് തന്നെ ഒരു പരിഹാരമുണ്ടാക്കുന്നു. തൻ്റെ എതിരാളികൾക്ക് അവിടുന്ന് തന്നെ കോടതി മുറിയിൽ മറുപടി വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം സദാ യുദ്ധസന്നദ്ധനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അടുത്ത യുദ്ധം KSRTCക്കെതിരെയാണ്, KSRTCയുടെ 2 നയത്തിനെതിരെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിന് അവിടെ ആയിരിക്കണം ജയവും. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.